ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് തമിഴ്നാടിന്റെ കത്ത്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് ചീഫ് സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, പ്രധാനമായും കത്തിലെ ആവശ്യങ്ങൾ ഏത് തരത്തിലാണ്? തീർച്ചയായും നമുക്കറിയാം, ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് അവിടെ അനിയന്ത്രിതമായ ഭക്തജന തിരക്കുണ്ടാകുന്നു. അവിടെ അയ്യപ്പന്മാർക്ക് കൃത്യമായി അവർക്ക് ദർശനം നടത്താൻ സാധിക്കുന്നില്ല. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പ്രധാനമായും തമിഴ്നാട്, കർണാടക, അതേപോലെ തന്നെ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കൃത്യമായി ദർശനം നടത്താൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊന്നും പ്രശ്നമില്ല, അത് വെറുതെ വാർത്തകൾ സൃഷ്ടിക്കുകയാണ് എന്നൊക്കെ നമ്മുടെ ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ അവിടെ സന്ദർശിച്ച് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെയല്ല കാര്യം. കൃത്യമായി ദർശനം നടത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ പന്തളം അയ്യപ്പ ക്ഷേത്രത്തിൽ, അതേപോലെ സമീപത്തുള്ള പത്തനംതിട്ട ജില്ലയിൽ തന്നെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ, അവിടുത്തെ തമിഴ്നാട് ചീഫ് സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറി V. വേണുവിന് രേഖാമൂലം കത്തയച്ചിരിക്കുന്നു. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം. അവിടെ അയ്യപ്പ ഭക്തർ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അയ്യപ്പ ഭക്തർ നേരിടുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട തമിഴ്നാട് ചീഫ് സെക്രട്ടറി ഔദ്യോഗികമായ കത്ത് തന്നെ കേരളത്തിന് നൽകിയിരിക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച ഒരു നാണംകെട്ട സംഭവം തന്നെയാണ്. പ്രത്യേകിച്ചും കോടിക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ശബരിമലയിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ, അവർക്ക് ദർശന സൗകര്യം ഒരുക്കുന്നതിൽ നമ്മുടെ സർക്കാരും ദേവസ്വം ബോർഡുമെല്ലാം അമ്പേ പരാജയമാണ് എന്നതിന്റെ പ്രകടമായ തെളിവാണ് തമിഴ്നാട് ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ ഒരു കത്ത് കേരള ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം. KP MK വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.